അച്ഛനോട് എത്ര പ്രാവശ്യം പറയണം, എനിക്ക് അവനെ വേണ്ട, എനിക്ക് വേണ്ട വേണ്ട വേണ്ട, അത്ര തന്നെ. കണ്ടാലേറെ ഒരു റോബോട്ടാ അതെന്ന്. അവൻ ഒരു കല്യാണം കഴിച്ചിട്ട് എൻ്റെ ചെയ്ത് മൂഞ്ചു, എനിക്ക് വേണ്ട. എന്റെ പൊന്നു കൊച്ച, അവൻ എല്ലാത്തിന്റെ കുഴപ്പാ. സുന്ദരൻ, സുമുഖൻ, സിക്സ് പാക്കിനുണ്ട്, തടി മുടിയൊന്നുമില്ല, ഒരു കൊറിയൻ ലുക്ക് ഉണ്ട്. എന്നിട്ട് ആ ജങ്കുക്കിനൊക്കെ പോലത്തെ ഒരു ലുക്കും ഉണ്ട് അവന്. പിന്നെന്തിന്റെ കുഴപ്പാ നിനക്ക്? ആ കൊച്ചുവേ, മോൾ ചെന്നിട്ട് എന്താ കാര്യം ചോദിക്കും, എന്നിട്ട് അച്ഛനടുത്തൊന്ന് പറഞ്ഞു. ഒട്ടും പറ്റില്ല, നമുക്കിത് മാറ്റാം. പക്ഷെ അച്ഛൻ ഇഷ്ടപ്പെട്ടു, നീ എന്നാലും ഒന്ന് സമ്മതിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്ക്. നടക്കുന്നില്ലെങ്കിൽ അവള് ഭദ്രകാളിയാവുമെങ്കിൽ തിരിച്ചും വാക്ക് പിൻവലിച്ചു. ഓക്കെ, എനിക്ക് ആ മരം മുടങ്ങി വേണ്ട. ഇതെങ്ങനെ ഞാൻ അവരോട് പറയാം? ചേച്ചി പെണ്ണേ, ഇനി നിനക്ക് എന്ത് വേണം? അച്ഛൻ്റെ വക്കാലത്താണെങ്കിൽ റൂമിലേക്ക് ഒരു കാല് ഞാൻ കുത്തും. ചേച്ചി പെണ്ണേ, കാര്യം പറ, എന്ത് പ്രശ്നം എന്നോട് പറ. നിന്നോട് ഞാൻ എങ്ങനെ പറയാനാടി? ആ ചെറുക്കിനെ കണ്ടറിഞ്ഞൂടെ, അത് റോബോട്ട്, അധികാരമൊന്നും ഇല്ല അവന്. ഓ ഓ അങ്ങനെ. പൊടി. പിന്നെ എനിക്ക് ആഗ്രഹങ്ങളൊക്കെ കാണൂലേ? ഒന്നുമില്ലെങ്കിൽ ഡ്രാമ കാണുന്ന വെച്ചല്ലേ. നീ പോയേ. മാധവ, എന്താ പറയണ്ടോ നിൽക്കുന്ന? അളിയാ, നീ മറന്നുപോയോ? ഇന്നല്ലടാ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോണ്ടേ. അവന് എൻഗേജ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കല്യാണം നേരെ ഫിക്സ് ചെയ്തേ. അവന് 4 ദിവസം കഴിഞ്ഞ ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, അങ്ങ് പോകും. അപ്പോ ഏതായാലും അവന് കല്യാണത്തിന്റെ സമയത്ത് പെട്ടെന്ന് ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. അത് നമ്മള് ഇന്ന് വന്നെടുക്കാന്നല്ല പ്ലാൻ ചെയ്തേ. വയസ്സാകുന്നതിനെല്ലാം മറന്നുപോയാ നീ? വയസ്സ് നിന്റെ മറ്റുള്ള കഴിഞ്ഞ്, എനിക്ക് എത്ര വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ. ദിവാകര, ഇങ്ങോട്ട് വേണ്ട. അല്ല, മോനെന്തൊന്നും മിണ്ടാതെ. ഞാൻ ചേട്ടൻ എന്ത് മിണ്ടാനാ? നിനക്കറിയില്ലടാ, അവൻ അത്രയും മിണ്ടത്തും. വളരെ കുറച്ച് മാത്രം മിണ്ടുന്ന ഒരു പ്രകൃതാണ് അവൻ്റെത്.
എന്നതാ എറിഞ്ഞവള്? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞേ അവളുടെ മുഖത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്ന ഇറങ്ങി ഓടാൻ. കൊണ്ടാ നീ നല്ലോണം കൊണ്ടാ. അച്ഛാ അതൊന്നുമല്ല, ചേച്ചിക്ക് എന്തുകൊണ്ടാണ് രാജേട്ടനെ കിട്ടാൻ താല്പര്യമില്ലാത്ത? എന്തുകൊണ്ട് അവക്ക് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മാത്രം പറയല്ലേ മോളെ. അച്ഛന്റെ ചങ്കോട്ടി പോ. പിന്നെ ആ മൂദേവിക്കല്ലേ റിലേഷൻ? ഇത് റിലേഷനും കുഴപ്പമൊന്നുമല്ല. അവക്ക് വികാരം നിറഞ്ഞൊഴുകുന്ന ഹസ്ബൻഡ് വേണം. എന്നതാ മോളെ നീ പറഞ്ഞ? ഞങ്ങൾക്ക് ഇങ്ങോട്ട് അമ്മക്ക് ബോധിക്കില്ലാന്ന് എനിക്കറിയാം. അമ്മ അവിടെ മിണ്ടാളിക്കുക. അച്ഛൻ ശ്രദ്ധിച്ച് കേൾക്കും. അച്ഛൻ അറിയാലോ ചേച്ചി ഈ ഡ്രാമയൊക്കെ കണ്ട് ഭ്രാന്തിളകി നടക്കുന്ന കൂട്ടത്തിലാണെന്ന്. അപ്പൊ എന്റെ അടുത്ത് ചേച്ചി പണ്ട് പറയുമായിരുന്നു, ഈ ഡ്രാമയൊക്കെ കണ്ട് എനിക്ക് ഇങ്ങനത്തെ ഹസ്ബൻഡ് വേണം. അതും എങ്ങനത്തെ അറിയുമോ? ഈ മാഫിയ സ്റ്റോറീസിൽ ഇങ്ങനെ പിടിച്ച് ചുമ്മിക്കുക, ഇടക്കിടക്ക് റൊമാൻസിക്കുക, അങ്ങനത്തെ വേണമെന്ന് എടുത്ത് പറയാറുണ്ടായിരുന്നു. ചേച്ചിയുടെ മനസ്സിലെ ഹസ്ബൻഡ് ക്വാളിറ്റിയും ഫീച്ചറും ക്വാളിഫിക്കേഷനൊക്കെ അതാ. ജോലിയൊന്നല്ല ചേച്ചിക്ക്. ചേച്ചിക്ക് 24 മണിക്കൂറും ചേച്ചിന് ഇങ്ങടെ ആൾക്കാരെ കാണില്ലേ ബ്രദറിങ്ങിലോ ഫാമിലി. മോനൊന്നും വിചാരിക്കരുത്. അവളൊക്കെ വരെ മനസ്സിലായി നീ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാണ്. വെറുതെ അല്ലടാ നിനക്ക് പെണ്ണാട്ടത്. അത് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ടെക്നിക്ക് മനസ്സിലായത്. പെമ്പിള്ളേർക്ക് ഇപ്പൊ അങ്ങനത്തെ ആമ്പിള്ളേരെ വേണ്ടേ? അല്ലടാ അളിയാ. അവരെ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവർക്കും ഉണ്ടാവില്ല ഈ സ്വപ്നങ്ങളൊക്കെ. എന്നതാണ് ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ? വയസ്സ് ഇത്ര ആയിട്ട് നിനക്കുണ്ട് ഈ കഴപ്പത്തരം. ഞാൻ തൊട്ടില്ലെങ്കിലും നിനക്ക് വേണ്ടുന്നൊക്കെ തന്നില്ലെങ്കിലും ഇളകൂല നിനക്ക്. ഭാവി അമ്മായി അച്ഛന്റെ സ്ഥാനത്തിൽ അച്ഛനോട് കാര്യം പറയട്ടെ. നമ്മളിപ്പോ പെണ്ണുങ്ങൾക്ക് അവർ പറയും നമുക്ക് ടൈം മതി, പ്രസൻസ് മതി, ഇതൊന്നും വേണ്ടെന്നല്ല. ഇതൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ, ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റൊമാൻസ് ചെയ്യണം. അത് അവർക്ക് വേണം. പക്ഷെ അത് അവർ അഡ്മിറ്റ് ചെയ്യില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ വലിയ കോപ്പറൊക്കെ കാണിക്കും. വൻ കോപ്പറായിരിക്കും അവർ കാണിക്കാം. തൊടലി എന്തൊക്കെയാന്നൊക്കെ പറയും. പക്ഷെ അവർക്കത് വേണം. അത് അവരങ്ങനെയാണ്. സോ അച്ഛൻ്റെ ഫസ്റ്റ് അഡ്വൈസ് കുറച്ച് റൊമാൻസ് ഒക്കെ ആകും. പിന്നെ പ്രത്യേകിച്ച് എന്റെ മോളെ പറയാലോ, അവൾ ഈ കൊറിയൻ ബേസ് ആണ്. ജനിച്ചത് എവിടെയാണെങ്കിൽ അവളുടെ ചിന്താഗതി ഒന്നും ഇവിടെയില്ല, മൊത്തം കൊറിയനാ. പിന്നെ മോനും ഇടക്കൊക്കെ അങ്ങോട്ട് പോകുന്നില്ലേ കൊറിയ, പറക്കുന്ന കൂട്ടത്തിലല്ലേ മോനും. മോനിക്കും ഒഴിക്കാലോ. അങ്കിൾ ഞാൻ ശ്രദ്ധിച്ചോളാം. മാധവ, ഇത് ശരിക്കും റോബോട്ട് വല്ലതാണ്. എന്റെ മോള് 2ാം ദിവസം ഡൈവേഴ്സ് ചെയ്യേണ്ട വരുമോ? അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. 2 അല്ല 1 ദിവസം നിൽക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട്. പണ്ട് തൊട്ടേ അവനിങ്ങനെയാണോ? വലിയ വികാരമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളെ കല്യാണത്തിന് സന്ദേശം വെച്ചാൽ ഇവൻ ഇതുവരെ ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പറഞ്ഞു. അതും എങ്ങനെയാണെന്നറിയും നിനക്ക്? ഫ്ലാഷ് ബാക്ക് പറഞ്ഞിട്ട് എന്റെ സുധേ, നിനക്ക്
അടുക്കളപ്പണി പഠിച്ചൂടെ? എന്നെ കൊണ്ട് ഈ പട്ടിപ്പണി എടുപ്പിക്കുന്ന എന്തിനാണ്? എനിക്ക് ഇരുന്ന് തിന്നു അന്ന് പാത്രം കഴുകി തരാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് 2 ആമക്കളില്ലേ, അവരൊന്ന് പണിക്കിറങ്ങിക്കൂടെ? ഒന്നുണ്ട് വരും പോവും, ആരിക്കോ വേണ്ടി വരുന്നു, ആരിക്കോ വേണ്ടി പോകും. മറ്റേതുണ്ട് വരത്തേ ഇല്ല, വന്നാലോ വീട് തല തിരിച്ചിടും. രണ്ടിടത്തന്നെ വെറുതെ ഉണ്ടാക്കിയത് കണ്ണുവരച്ച് ഉണ്ടാക്കിയാണോ ഇങ്ങനെ പോയി. മിണ്ടാതിരുന്ന് പണിയെടുക്കുന്ന വെറുതെ ഈ പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യുന്ന തീർക്കുന്നതിനാ? നിങ്ങൾക്കറിയാലോ ഞാൻ എന്ത് സംഭവിച്ചത് അടുക്കള കയറാൻ മുന്നിൽ പണിയെടുക്കും. പിന്നെ പാത്രം കാണാൻ അറിയാം. ഞാൻ ഒന്ന് ആലോചിക്കാം. അമ്മ, എനിക്കൊരു കൊച്ചിന് ഇഷ്ടമാണ്. കല്യാണം എനിക്കും താല്പര്യമുണ്ട്. അവളെ വീട്ടിൽ അന്വേഷിച്ചിട്ട് ആണോ അല്ലയോ എന്നൊന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് വേറെ കല്യാണം വേണ്ട, ആണെങ്കിൽ ഈ കല്യാണം പെട്ടെന്ന് നടത്തണം. ഇപ്പൊ എന്തുണ്ടായി? അല്ല എടീ, ഇത് എന്റെ തന്നെയാണോ? അനാവശ്യം വിളിച്ചു പറഞ്ഞല്ലേ? എടുത്ത് സാധനം എന്തായി എന്തോ. ശരിയെന്നാ ഈശോയെ, ഇത് ഒരു ദിവസം നിൽക്കുന്ന പോലും എനിക്ക് തോന്നില്ല കേട്ടോ. എന്റെ കൊച്ചന്തിരാത്ത തന്നെ ഇറങ്ങി വരുത്തുണ്ടാവും. അവളെ വിളിച്ച് കാണട്ടെ. വിളിക്കാം. മോളെ അനുരാധേ, വാടി. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇനി ആ പേര് വിളിക്കരുത്. എനിക്ക് നല്ല വൃത്തിയുള്ള പേരിട്ടിട്ടില്ലേ? എന്നിട്ട് ഈ അനുരാധയെന്ന് വിളിക്കുന്ന എന്തിനാ? എപ്പോഴോ ഏതോ 11 ഇട്ട പേര്. നമസ്കാരം. എപ്പോ വന്നു? ഇത്ര ബഹുമാനമൊന്നും വേണ്ട. മോള് പെട്ടെന്ന് പോയി റെഡി ആയിട്ടോ. ഇവന് തിരക്കുണ്ട്. നമുക്കൊന്ന് കല്യാണ ഡ്രസ്സ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണ്ടത്. ആന്റി, ഈ വാഷ്റൂം എവിടെയാ? മോൻ അവളുടെ കൂടെ പോക്കോ. അവളുടെ റൂമിൽ തന്നെ യൂസ് ചെയ്തോ. ഇതിനെന്തിനാ എന്റെ കൂടെ പറഞ്ഞേക്കുന്നത്? ഉണ്ടോ? ഇതാ വാഷ്റൂം. അതിനെന്തിനാ ഡോറടക്കുന്നേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കണം. അതിനു വേണ്ടിട്ടാ ഡോർ അടക്കുന്നത്. ഡോറടച്ചിട്ട് ചോദിക്കണമെന്നുണ്ടോ? ഡോർ തുറന്നും ചോദിക്കാലോ. പറ്റില്ല, ഡോർ അടച്ച് തന്നെ എനിക്ക് ചോദിക്കണം. ഡു യു ലവ് മീ? പിന്നെ കൂടുതൽ സംസാരത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഡു യു ലവ് മീ ഓർ നോട്ട്? ഇങ്ങോട്ട് വാടി. നിനക്ക് ഈ റൊമാൻറ്റിക് ഹസ്ബൻഡിനെ വേണമെന്ന് പറയുന്നുണ്ടോ? ഉള്ളതാണോ അത്? അതും ഡാർക്ക് റൊമാൻസ്? ഇയാളിതെങ്ങനെ അറിഞ്ഞു? എക്സ്പ്രഷൻ ഇടണ്ട, നിന്റെ സിസ്റ്റർ തന്നെ പറഞ്ഞത്. കുരിപ്പിനെ കൊണ്ട് അവളെ വിടടോ, ചോദിച്ചതിന് റിപ്ലൈ താ. അതെ, അല്ലാതെ തന്നെ പോലെ റോബോട്ടിന് എനിക്കെന്തിനാ? അതിന്റെ ആവശ്യം എന്തോ എനിക്ക്? എൻ്റെ ലൈഫിൽ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ ആയിരിക്കണം എൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ എനിക്കുണ്ട്. ഓ, ഹൂ ടോൾഡ് യു ഐ ആം എ റോബോട്ട്? എന്നോടത് ആരാ പറഞ്ഞേ? താനൊരു റോബോട്ടാന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്.
ഓ, നിനക്കതൊക്കെ മനസ്സിലാവും. അല്ല, എങ്ങനെ മനസ്സിലായത് ഞാൻ റോബോട്ടാണെന്ന്? ഓ, ഇയാളെ സമ്മതിക്കുന്നു. ഡോ താനും ഞാനും തമ്മിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എത്ര ആയടോ? 1 year ആവാറായില്ലേ? എന്നിട്ട് ആ ഡേ കഴിഞ്ഞിട്ട് ഒരു കോള് താൻ വിളിച്ചോ? അല്ലെ പോട്ടെ, എൻഗേജ്മെന്റിന് എന്റെ മുഖത്ത് എന്റെ കണ്ണിലെങ്കിൽ എന്താ നോക്കിയോ, എന്റെ കയ്യിലെങ്കിലും ഇത് പിടിച്ചോ, എന്നിട്ട് അയാൾ റോബോട്ടല്ലാന്ന് പറയടോ. പറയാൻ பேருந்து நிலையத்தில் பார்த்த முதல் நாள், புன்னகையில் உதித்த முதல் காதல், வீதியில் சந்தித்த அந்த நேரம், விடியலின் ஒளியில் மனம் நிறைந்தது. திரைப்படம் பார்த்த அந்த மாலை, திருப்பமானது என் வாழ்க்கை. கை கோத்து நடந்த பாதை கனவாகி போனது இன்று. மழை நாளில் பகிர்ந்த குடை, மனதில் பகிர்ந்த உணர்வுகள், விடை பெறும் நேரத்தில் வந்த கண்ணீர், விரல்களால் துடைத்த அன்பு. நினைவுகளில் மிதக்கும் എന്നെക്കൊണ്ട് പിടിച്ചിക്കാൻ പറ്റില്ല. I hope you understand. இருந்தாலும் துடிப்பாய் நீ இருக்கிறாய். ഇതിന്റെ അകത്ത് ഇത്രയും സാധനം ഒളിപ്പിച്ചു വെച്ചാൽ ഞാൻ കരുതിയ പോലെ തന്തയുടെ മോനെ പതുങ്ങിയിരിക്കും. പൂജനെ പോലെ ശരിക്കുള്ള സ്വഭാവം കൂടെ കിടക്കുന്നൊക്കെ അറിയത്തുള്ളൂ. ഈശ്വരി, എന്റെ മോനെ എന്തൊക്കെ അറിയില്ല. അവളല്ലേ ട്രിഗർ ചെയ്ത് വിട്ടിനെ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞൊരു ബോഡിക്കൊന്ന് റെസ്റ്റ് ഉണ്ടാവും. ഇനി അനുഭവിച്ചു ഇത്ര നാളും ഫുഡ് കിട്ടാതെ മറുതയുടെ മുമ്പിലാണ് വെച്ച് വീഴുന്നു. ഈശോയെ, എന്റെ കൊച്ചിനെ നീ തന്നെ കാത്തോന്നു. അവളെങ്ങനെ തന്നേക്കണേ, ഒന്നും പറ്റരുതേ. ആ മറുതേനെ താങ്ങാനുള്ള ശക്തി നീ കൊടുക്കണമേ.